Hi dears, welcome to all. Today let us discuss the next chapter in the section 2. It is a story named Shocking Accident by Graham Greene. First of all, let us discuss about the author. Graham Greene, 1904 to 1991, was born in Berkhamsted, England, as the fourth child to his parents Charles Henry Greene and Marian Raymond Greene. ഗ്രഹാം ഗ്രീൻ 1904 ആണ് ജനിച്ചത്. ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. അദ്ദേഹം പാരൻസിൻ്റെ 4ാമത്തെ കുട്ടിയായിരുന്നു. ഹി വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് ദ ബർക്കാംഷെഡ് സ്കൂൾ അറ്റ് ദ ബാലിയൽ കോളേജ്. അദ്ദേഹം ബാലിയൽ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. ഹിസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് വർക്ക് വാസ് ബാബ്ലിംഗ് ഏപ്രിൽ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർക്കായിരുന്നു ബാബ്ലിംഗ് ഏപ്രിൽ. It was a volume of poetry. He categorized his fiction as novels and entertainments. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ അദ്ദേഹം കാറ്റഗറൈസ് ചെയ്തിരുന്നു, നോവലായിട്ടും എൻ്റർടൈൻമെൻറ്റ്സ് ആയിട്ടും. ഹിസ് ഫസ്റ്റ് നോവൽ ദ മാൻ വിത്തിൻ ദ മാൻ വാസ് റിട്ടൺ ഇൻ 1929. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലായ ദ മാൻ വിത്തിൻ വാസ് റിട്ടൺ 1929, 1929 എഴുതിയത്. സം ഓഫ് ഹിസ് അതർ നോവൽസ് ആർ സ്റ്റാബിൾ ട്രെയിൻ 1932, then Journey Without Maps 1936, Brighton Rock 1938, The Power and Glory 1940, The Heart of the Matter 1948, and The End of the Affair 1951. His entertainments were visually suspense thrillers and detective stories. അദ്ദേഹത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ്സിൽ ഉൾപ്പെടുന്നത് സാധാരണയായ ത്രില്ലർ കഥകളും അതുപോലെ തന്നെ ഡിറ്റക്റ്റീവ് സ്റ്റോറീസുമാണ്. ത്രില്ലേഴ്സും കുറ്റാന്വേഷണ കഥകളും ഒക്കെ ആയിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. ആഫ്റ്റർ ഹി കൺവേർട്ടഡ് ടു കത്തോലിസിസം ഇൻ 1926, അദ്ദേഹം ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിയതിന് ശേഷം ഹിസ് റിലീജിയസ് കൺവിക്ഷൻ വാസ് ആൾസോ ഇൻഫ്ലുവൻസ്ഡ് ഇൻ ഹിസ് റൈറ്റിംഗ്. അദ്ദേഹത്തിൻ്റെ മത കാര്യങ്ങളും കൂടി അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ സ്വാധീനം ചെയ്തിരുന്നു. ദിസ് ക്യാൻ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ വർക്ക്സ് ലൈക്ക് ദ ക്വയറ്റ് അമേരിക്കൻ. ഇത് നമുക്ക് ഈ ഒരു വർക്കിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ബ്രൈറ്റൺ റോക്ക്, ദ ഹേർട്ട് ഓഫ് ദ മാറ്റർ ആൻഡ് ദ ബേൺ ഔട്ട്കാസ്റ്റ് ഇൻ 1961. ഈ ഒരു വർക്കിലൊക്കെ അദ്ദേഹത്തിൻ്റെ മതപരമായ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൂടി, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഹിസ് പ്ലേസ് ഇൻക്ലൂഡ് ദ ലിവിംഗ് റൂം 1952, ദ പോട്ടിംഗ് ഷെഡ് 1957, എ സോർട്ട് ഓഫ് ലൈഫ് 1971, ആൻഡ് ദ വേസ് ഓഫ് എസ്കേപ്പ് വേർ 2 മെമ്മോയിസ് ഓഫ് ഹി ഹാഡ് റിട്ടൺ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ്. ഇതിൽ അവസാനം പറഞ്ഞ 2 അദ്ദേഹത്തിൻ്റെ കുറച്ച് മെമ്മോയിസാണ്. ഡേഞ്ചേഴ്സ് എഡ്ജ്, എ ലൈഫ് ഓഫ് ഗ്രഹാം ഗ്രീൻസ് ഈസ് എ ഡോക്യുമെൻ്ററി അബൌട്ട് ദ ലൈഫ് ഓഫ് ദ ഓതർ. ഈ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങൾ തന്നെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത കഥയെക്കുറിച്ച് പറയുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ്. സെവറൽ ഓഫ് ഹിസ് വർക്ക്സ് ഫിക്ഷൻ വർ അഡാപ്റ്റഡ് ആസ് ഫിലിംസ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫിക്ഷൻസ് ഫിലിമിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ദ ഗ്രഹാം ഗ്രീൻ ബർത്ത് പ്ലേസ് ട്രസ്റ്റ് ഓർഗനൈസസ് ദ ഗ്രഹാം ഗ്രീൻ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ എവറി ഇയർ. അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരു ട്രസ്റ്റ് അദ്ദേഹത്തിൻ്റെ എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ഒരു ഫെസ്റ്റിവൽ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലായിട്ട് അദ്ദേഹത്തിനെക്കുറിച്ച് ഒരു ഫെസ്റ്റിവൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നടത്താറുണ്ട്. ദ നെക്സ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കും, ബ്ലാക്ക് ഹ്യൂമർ ഈസ് എ ഫോം ഓഫ് ഹ്യൂമർ ദാറ്റ് ഡിസ്റിഗാർഡ്സ് ഹ്യൂമൻ സഫറിങ്സ് ലൈക്ക് പെയിൻ ഓർ ഡെത്ത്. ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറയുന്നത് ഒരു തരം പ്രത്യേകമായ തമാശയായിരുന്നു. ഇവിടെ മനുഷ്യൻ ദ ലോട്ടർ എറൈസസ് ഫ്രം ദ സെപ്റ്റിസിസം വിച്ച് ഈസ് എ ഡൗട്ട് അബൌട്ട് ദ ട്രൂത്ത് ഓഫ് സംതിങ്. ഇവിടെ മനുഷ്യൻ്റെ വേദനകൾക്കും മരണത്തിനു പോലും വില കൽപ്പിക്കുന്നില്ല. ഡെത്ത് ഓഫ് പാരൻസ് ക്യാൻ ബി വെരി പെയിൻഫുൾ ടു യങ് ചിൽഡ്രൻ. സാധാരണയായി മാതാപിതാക്കളുടെ മരണം കുട്ടികൾക്ക് വളരെയധികം വേദനാജനകമായിരിക്കും. ദ മാനർ ഓഫ് ഡെത്ത് ഇൻ ദിസ് സ്റ്റോറി ഈസ് ട്രീറ്റഡ് ആസ് സംതിങ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ അൺഡിഗ്നിഫൈഡ് വേ. ഈ ഒരു കഥയിൽ ഒരാൾ മരിക്കുന്നത് ഒട്ടും തന്നെ അന്തസ്സില്ലാത്ത ഒരു രീതിയിലാണ്.
ദിസ് മേക്ക് ഇറ്റ് കോമിക് ബട്ട് ഇത് അയാൾക്ക് മാത്രം ഒരു പെയിൻഫുൾ ആണ്. കോമിക് ഗെറ്റ് പെയിൻഫുൾ ടു ജെറോം ദ പ്രൊട്ടാഗണിസ്റ്റ്, അല്ലേ? അദ്ദേഹത്തിന് മാത്രമാണ് ഇതൊരു വേദനാജനകമായി മാറുന്നത്, മറ്റുള്ളവർക്ക് ഇതൊരു കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ദ സ്റ്റോറി ക്യാപ്ചേഴ്സ് ദ എഗണി ഓഫ് ദ ഹീറോ or the protagonist when others consider the manner of death of his father as rather comic. ഇവിടെ ജനങ്ങൾക്ക് തമാശ തോന്നുമെങ്കിലും കഥയിലെ നായകനായ ജെറോമിന് അത് വളരെയധികം വേദനാജനകമായ ഒരു അനുഭവം തന്നെയാണ്. ദ സ്റ്റോറി വാസ് റിട്ടൺ എ ഡീക്കേഡ് ആഫ്റ്റർ ദ വേൾഡ് വാർ. ഈ ഒരു കഥ എഴുതുന്നത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഒരു 10 കൊല്ലത്തിന് ശേഷമായിരുന്നു. യൂറോപ്പ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഹാഡ് സീൻ എ ലോട്ട് ഓഫ് ഡെത്ത് ആൻഡ് സഫറിംഗ് ഡ്യൂറിംഗ് ദ വാർ. യുദ്ധസമയത്ത് യൂറോപ്പിലും മറ്റു അനേക രാജ്യങ്ങളിലും ധാരാളം പേർ മരിക്കുകയും യുദ്ധക്കെടുതികൾ അവരെ വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു. ദ വ്യൂ ദാറ്റ് ലൈഫ് വാസ് അബ്സേർഡ് ആൻഡ് ഇറ്റ് വാസ് മോസ്റ്റ് ഇമ്പോസിബിൾ ടു സീക്ക് എനി വാല്യൂ ഓർ മീനിങ്സ് ഇൻ ലൈഫ്. ജീവിതത്തിന് യാതൊരു വിലയില്ലെന്നും അതിൻ്റെ വിലയെപ്പറ്റിയും സത്യത്തെപ്പറ്റിയും അന്വേഷിച്ചു പോകുന്നത് വളരെ വ്യർത്ഥമാണെന്നും പലർക്കും തോന്നിയ ഒരു സമയമായിരുന്നു അത്. Can this story be read as one that reads life to be meaningless? ജീവിതത്തിന് ഒരു അർത്ഥവും ഇല്ല എന്ന് കാണിക്കാനാണോ ഈ കഥ എഴുതിയിരിക്കുന്നത്? See how Jerome imagines a heroic death for his father and the beginning of the story. കഥയുടെ ആദ്യ ഭാഗത്തിൽ ജെറോം ചിന്തിക്കുന്നത് തൻ്റെ അച്ഛൻ്റെ മരണം വളരെ അന്തസ്സുള്ളതായിരിക്കണമെന്നാണ്. പക്ഷേ പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണം യാതൊരു അന്തസ്സുമില്ലാത്ത രീതിയിലായിരുന്നു എന്നത്. കമ്പയർ ഇറ്റ് വിത്ത് ദ ലേറ്റർ റിവലേഷൻ ഓഫ് ഹിസ് ഫാദേഴ്സ് ഡെത്ത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണം അന്തസ്സില്ലാത്തതാണെന്ന് മനസ്സിലാക്കുമ്പോൾ, അല്ലേ, ആ ഒരു കാര്യത്തെക്കുറിച്ച് ആദ്യം അദ്ദേഹത്തിൻ്റെ ചിന്തയെക്കുറിച്ചും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ദിസ് സ്റ്റോറി വാസ് മെയ്ഡ് ഇൻ ടു എ കോമഡി ഫിലിം ഇൻ 1982. 1982 ഈ ഒരു കഥ പിന്നീട് കോമഡി നിറഞ്ഞ അല്ലെങ്കിൽ കോമഡി സിനിമയാക്കി മാറ്റിയിരുന്നു. ദ സ്റ്റോറി വാസ് ഒറിജിനലി പബ്ലിഷ്ഡ് ദ മാഗസിൻ പഞ്ച് ഇൻ 1957. 1957 പഞ്ച് മാഗസിനിലാണ് ഈ ഒരു സ്റ്റോറി യഥാർത്ഥമായി പബ്ലിഷ് ചെയ്തത്. ഇറ്റ് ദെൻ റീ അപ്പിയർഡ് ഇൻ ഗ്രഹാം ഗ്രീൻസ് 1967 കളക്ഷൻ മേ വി ബോറോ യുവർ ഹസ്ബൻഡ് ആൻഡ് അതർ കോമഡീസ് ഓഫ് ദ സെക്ഷൽ ലൈഫ്. അതുപോലെ തന്നെ പിന്നീടാണ് ഈ ഒരു കഥ ഗ്രഹാം ഗ്രീൻ്റെ തന്നെ മറ്റു ചില കളക്ഷനിലൊക്കെ ഇത് ഉൾപ്പെടുത്തിയത്. ദിസ് സ്റ്റോറി വാസ് അഡാപ്റ്റഡ് ടു എ ഷോർട്ട് കോമഡി ബൈ ദ ജെയിംസ് സ്കോട്ടിനാലാണ് ഈ ഒരു കഥ പിന്നീട് കോമഡി ഫിലിമായി മാറ്റിയത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇൻട്രൊഡക്ഷൻ സെക്ഷൻ. ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. അറ്റ് ദ പേജ് നമ്പർ 66 ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. Jerome was called into his housemaster's room in the break between the second and the third class on a Tuesday morning. He had no fear of trouble, for he was warden, the name that the proprietor and headmaster of a rather expensive preparatory school had chosen to give abroad reliable boys in the lower forms. From a warden, one became a guardian, and finally, before leaving, it was hoped to Marlborough or Rugby or Crusader. The housemaster, Mr. Wordsworth, sat behind his desk with an appearance of the perplexity and apprehension. Jerome had the odd impression when he entered that he was a cause of fear. ഒരു ചൊവ്വാഴ്ച രാവിലെ ജെറോമിനെ ഹൗസ് മാസ്റ്ററുടെ മുറിയിലേക്ക് വിളിപ്പിച്ചു. ജെറോമിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. അവനൊരു വാർഡനായിരുന്നു. അവൻ നേരത്തെ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് ചില കുട്ടികൾക്ക് ആ സ്കൂളിലെ ഉടമസ്ഥനും ഹെഡ് മാസ്റ്ററും നൽകുന്ന ഒരു ബഹുമതിയായിരുന്നു വാർഡൻ എന്ന ആ ഒരു സ്ഥാനം. ഹൗസ് മാസ്റ്ററുടെ പേര് വേർഡ്സ്വർത്ത് എന്നായിരുന്നു. തൻ്റെ കസേരയിൽ അദ്ദേഹം ഇരുന്നത് അല്പം വെപ്രാളത്തോടും അതുപോലെ തന്നെ ഭയത്തോടും കൂടിയാണെന്ന് ജെറോമിന് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തോന്നി. ആ ഭയത്തിന് കാരണം താനായിരിക്കുമെന്നാണ് ആ മുറിയിലേക്ക് കടന്നപ്പോൾ ജെറോം വിചാരിച്ചത്. നമ്മളെ അങ്ങോട്ട് വിളിപ്പിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ എന്തോ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് വെപ്രാളം ഉണ്ടായത് എന്ന് തോന്നി.
Sit down, Jerome, Mr. Wordsworth said. All are going well with the trigonometry. Yes, sir. I have had a telephone call, Jerome, from your aunt. I am afraid I have a bad news for you. Yes, sir. Your father has an accident. Oh. Mr. Wordsworth looked at him with some surprise. A serious accident? Yes, sir. വേർഡ്സ്വർത്ത് ജെറോമിനോട് തൻ്റെ ട്രിഗനോമെട്രി ക്ലാസ്സിനെ കുറിച്ചൊക്കെ ചോദിച്ചു. ജെറോം പറഞ്ഞു, അതിനൊന്നും ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വേർഡ്സ്വർത്ത് പറഞ്ഞു, ജെറോമിൻ്റെ പിതാവിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് തൻ്റെ അമ്മായി വിളിച്ചു പറഞ്ഞു എന്ന്. അത് കേട്ടപ്പോഴും ജെറോമിന് വലിയ കൂസലൊന്നും ഇല്ലാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ വേർഡ്സ്വർത്ത് ഒന്നുകൂടെ പറഞ്ഞു, മിസ്റ്റർ വേർഡ്സ്വർത്ത് ഒന്നുകൂടെ പറഞ്ഞു, എ സീരിയസ് ആക്സിഡൻറ്റ്, ഇത് വളരെ സീരിയസ് ആയുള്ള ആക്സിഡൻ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോഴും അവൻ പറയുകയാണ്, യെസ് സർ. ജെറോം വർഷിപ്പ്ഡ് ഹിസ് ഫാദർ. ദ വെർബ് ഈസ് എക്സാക്റ്റ്. ആസ് എ മാൻ റീക്രിയേറ്റ്സ് ഗോഡ്, സോ ജെറോംസ് റീക്രിയേറ്റഡ് ഹിസ് ഫാദർ. From a restless widowed author into a mysterious adventurer who travelled in the far places, Nice, Bern, Majosa, even the Canaries, the time had arrived about his 18th birthday when Jerome believed that his father either ran guns or was a member of the British Secret Service. Now it occurred to him that his father might have been wounded a hail of the machine gun bullets. ജെറോം തൻ്റെ പിതാവിനെ വളരെയധികം ആരാധിച്ചിരുന്നു. മനുഷ്യർ ദൈവത്തെ പുനർസൃഷ്ടിക്കുന്നത് പോലെ തന്നെ അവനും തൻ്റെ പിതാവിനെ പുനർസൃഷ്ടിച്ചിരുന്നു. ജെറോമിൻ്റെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചു പോയിരുന്നു. പിതാവ് ഒരു എഴുത്തുകാരനായിരുന്നു. സാഹസിക യാത്രികനായിരുന്ന അദ്ദേഹം പല രാജ്യങ്ങളും സന്ദർശിച്ചിരുന്നു. ജെറോമിന് 8 വയസ്സായപ്പോൾ അവന് മനസ്സിലായി, തൻ്റെ പിതാവ് ഒന്നുകിൽ അനധികൃതമായി തോക്കുകൾ കടത്തുകയാണ്, അതല്ലെങ്കിൽ ബ്രിട്ടീഷ് സീക്രട്ട് സർവീസിലെ ഒരംഗമാണ്. അവൻ്റെ പിതാവിന് ഒരു അപകടം പറ്റിയെന്ന് മിസ്റ്റർ വേർഡ്സ്വർത്ത് പറഞ്ഞപ്പോൾ അവൻ വിചാരിച്ചത് ആരെങ്കിലും അയാളെ അല്ലെങ്കിൽ അയാളെ വെടിവെച്ചതായിരിക്കുമെന്നാണ് അവൻ കരുതിയത്. അല്ലേ, വൂണ്ടഡ് ഹി മൈറ്റ് ഹാവ് ബീൻ വൂണ്ടഡ് ഇൻ എ ഹെയിൽ ഓഫ് മെഷീൻ ഗൺ ബുള്ളറ്റ്സ് എന്നാണ് അവൻ കരുതിയത്. Mr. Wordsworth played with a ruler on his desk. He seemed at a loss how to continue. He said, "You know, your father was in Naples." "Yes, sir." "Your aunt heard from the hospital today." "Oh," Mr. Wordsworth said with desperation. "It was a street accident." "Yes, sir." It seemed quite likely to Jerome that they would call it a street accident. The police, of course, fired first. His father would not take the human life except as a last resort. "I am afraid your father was very seriously hurt indeed." "Oh, in fact, Jerome, he died yesterday, quite without pain." "Did they shoot him through the head?" "I beg your pardon. What did you say, Jerome?" "Did they shoot him through the head?" "Nobody shot him, Jerome. A pig fell on him." An inexplicable convulsion took place in the nerves of the Mr. Wordsworth's face. It really looked for a moment as though he were going to laugh. He closed his eyes, composed his features, and said rapidly, as though it were necessary to expel the story as rapidly as possible. ജെറോമിൻ്റെ ഫാദർ നേപ്പിൾസിലായിരുന്നു. അവിടെ വഴിയിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു അപകടം പറ്റിയെന്നാണ് മിസ്റ്റർ വേർഡ്സ്വർത്ത് പറഞ്ഞത്. ജെറോം ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു, ആൾക്കാർ പറയുമായിരിക്കും വഴിയിൽ വെച്ച് അപകടം പറ്റിയെന്ന്, പക്ഷേ പോലീസുകാർ വെടിവെച്ച് കാണും. തൻ്റെ പിതാവ് വളരെ അത്യാവശ്യമെങ്കിൽ മാത്രമേ ആരുടെയെങ്കിലും ജീവൻ എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആരുടെയും ജീവൻ തൻ്റെ അച്ഛൻ എടുക്കുകയില്ല. ജെറോമിന് ഇപ്പോഴും ഒരു പേടിയും തോന്നിയില്ല. ഇതൊന്നും വേർഡ്സ്വർത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. അപ്പോൾ വേർഡ്സ്വർത്ത് പറഞ്ഞു, അവൻ്റെ അപ്പൻ മരിച്ചുപോയെന്ന് പറഞ്ഞു. പോലീസുകാർ അപ്പൻ്റെ ചങ്കിലേക്കാണോ വെടിവെച്ചതെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. വേർഡ്സ്വർത്ത് അപ്പോൾ പറഞ്ഞു, അവൻ്റെ പിതാവിനെ ആരും വെടിവെച്ച് കൊന്നതല്ല, അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് ഒരു പന്നി വീണതാണ്. ഇത് പറഞ്ഞപ്പോൾ വേർഡ്സ്വർത്തിന് ഏതാണ്ട് ചിരി വന്ന പോലെയായി. എങ്ങനെയെങ്കിലും തന്നെ നിയന്ത്രിച്ചുകൊണ്ട് അയാൾ സംഭവം മുഴുവൻ വിവരിക്കുകയാണ്.
നോബഡി ഷോഡ് ഹിം ജെറോം. എ പിഗ് ഫെൽ ഓൺ ഹിം. ഒരു വഴിയിൽ കൂടി നേപ്പിൾസിൽ തൻ്റെ പിതാവ് ഒരു വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഒരു പന്നി വന്ന് വീണു. പാവങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റുകളുടെ ബാൽക്കണിയിൽ നിന്നാണ് ഈ ഒരു പന്നി അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വീണത്. Your father was walking along the street in Naples when pig fell on him. A shocking accident. Apparently, in the poorest quarters of the Naples, they keep the pigs on their balconies. This was one of the 5th floor. It had grown too fat. The balcony broke. The pig fell on your father. ഈ ഒരു പാവങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റുകളുടെ ബാൽക്കണിയിൽ അവർ പന്നികളെ വളർത്താറുണ്ട്. അങ്ങനെ ഈ പന്നി 5ാമത്തെ ഫ്ലോറിലായിരുന്നു. അത് വളരെയധികം തടിച്ചു കൊഴുത്തിരുന്നു അല്ലേ, വളരെ വലിയ ഒരു പന്നിയായിരുന്നു. അങ്ങനെ ബാൽക്കണി പൊട്ടി ആ പന്നി പിതാവിൻ്റെ ദേഹത്തേക്ക് വീണു. ഇതാണ് ഉണ്ടായ സംഭവം. മിസ്റ്റർ വേഴ്സ്വർത്ത് ലെഫ്റ്റ് ഹിസ് ഡെസ്ക് റാപ്പിഡ്ലി ആൻഡ് വെന്റ് ടു ദ വിൻഡോ. ടേണിംഗ് ഹിസ് ബാക്ക് ടു ജെറോം ഹി ഷുക്ക് എ ലിറ്റിൽ വിത്ത് ഇമോഷൻ. ജെറോം സെഡ്, വാട്ട് ഹാപ്പൻ ടു ദ പിഗ്? ഇതൊക്കെ പറയുമ്പോൾ ജെറോം കാണാതിരിക്കാനായി വേർഡ്സ്വർത്ത് ചിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചിരി വരുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിൻഡോയിൻ്റെ അടുത്തേക്ക് പോയി ടേണിംഗ് ഹിസ് ബാക്ക് ടു ജെറോം, ജെറോമിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞായിരുന്നു, ബാക്ക് ഭാഗം തിരിഞ്ഞായിരുന്നു നിന്നിരുന്നത്. ഹി ഷുക്ക് വിത്ത് എ ലിറ്റിൽ ഇമോഷൻ. അദ്ദേഹം ചിരി കൊണ്ട് കുലുങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ജെറോം ചോദിക്കുകയാണ്, വാട്ട് ഹാപ്പൻ ടു ദ പിഗ്? ഈ പന്നിക്ക് അപ്പോൾ എന്തു പറ്റിയെന്നാണ് ജെറോം ചോദിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ. ഇനി നമുക്ക് സെക്കൻഡ് സെക്ഷനിലേക്ക് പോകാം. This was not carelessness on the part of Jerome, as it was imparted by Mr. Wordsworth to his colleagues. He even discussed with them whether perhaps Jerome was yet fitted to be a warden. Jerome was only attempting to visualize the strange scene to get the details right. Nor Jerome was a boy who cried. He was a boy who brooded, and never occurred to him as preparatory school that the circumstances of his father's death were comic. They were still part of the mysteries of life. It was later, in his first term at his public school, when he told the story to his best friend, that he began to realize how he affected others. Naturally, after that disclosure, he was known rather unreasonably as Pig. ജെറോമിന് തൊലിക്കട്ടി കൂടിയത് കൊണ്ടല്ല അദ്ദേഹം ഇത്തരമൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചത്. ഒരു അപകടം എങ്ങനെ നടന്നു എന്നറിയാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയാണ് അങ്ങനെയുള്ളൊരു ചോദ്യത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ജെറോം തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കരയുന്ന ഒരു കുട്ടിയായിരുന്നില്ല. ആ പ്രായത്തിൽ അവൻ്റെ പിതാവ് മരിച്ച രീതി അത്ര വലിയ തമാശയുള്ളതാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവനില്ലായിരുന്നു. പിന്നീട് അവൻ്റെ അപ്പൻ മരണപ്പെട്ട വിവരം തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി ആ മരണവിവരത്തെ എങ്ങനെയായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത് എന്നത്. അവൻ്റെ കൂട്ടുകാർ അവനൊരു വിളിപ്പേരിട്ടു. അങ്ങനെ പിഗ് എന്നായിരുന്നു ആ ഒരു വിളിപ്പേര്. റാദർ അൺറീസണബിളി ആസ് പിഗ് അല്ലെ, പിഗ് എന്നായിരുന്നു പിന്നീട് അവനെ തൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചിരുന്നത്. Unfortunately, his aunt had no sense of humor. There was an enlarged photo of his father's on the piano. He was a large, sad man in an unsuitable dark suit. It was taken in Capri, an island south of Naples. He had an umbrella to guard him against sunstroke. But at the age of 16, Jerome knew that the photograph looked like that of an author and not an agent of the British Secret Service. But he loved the memory of his father. It pained him to hear his aunt telling the story of his father's death to strangers. നിർഭാഗ്യവശാൽ അവൻ്റെ അമ്മായിക്ക് സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലായിരുന്നു. ജെറോമിൻ്റെ പിതാവിൻ്റെ ഒരു വലിയ ഫോട്ടോ ഒരു പിയാനോയുടെ പുറത്തുണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ ജെറോമിൻ്റെ പിതാവ് ഒരു വലിയ മനുഷ്യനും മുഖത്ത് ദുഃഖം നിഴലിക്കുന്നവനുമായിട്ടാണ് എല്ലാവർക്കും കാണപ്പെട്ടത്. അയാൾക്ക് ഒട്ടും തന്നെ ചേരാത്ത ഒരു ഡ്രസ്സായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. നേപ്പിൾസിൻ്റെ തെക്ക് വശത്തുള്ള കാപ്രി എന്ന ദ്വീപിൽ വെച്ചെടുത്ത ആ ഒരു ഫോട്ടോ ആയിരുന്നു അത്. അയാളുടെ കയ്യിൽ ഒരു സൺസ്ട്രോക്കിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള ഒരു കുടയുണ്ടായിരുന്നു. അങ്ങനെ ജെറോമിന് 16 വയസ്സായപ്പോഴേക്കും അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ പിതാവ് ഒരു എഴുത്തുകാരനാണ്, അല്ലാതെ ബ്രിട്ടീഷ് സീക്രട്ട് സർവീസിലെ ഏജൻ്റൊന്നുമല്ല എന്ന്. അദ്ദേഹം ആദ്യം കരുതിയിരുന്നത് ആ ഒരു സീക്രട്ട് സർവീസിലെ ഏജൻ്റായിരുന്നു എന്നായിരുന്നു.
തൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾ ജെറോം വളരെയധികം ഇഷ്ടപ്പെട്ടു. തൻ്റെ അമ്മായി തൻ്റെ പിതാവിൻ്റെ മരണകഥ അപരിചിതരോട് പറയുന്ന രീതി കണ്ട് അവൻ വേദന തോന്നുമായിരുന്നു. A shocking accident, she would begin. As a stranger would compose to his or her features into a correct shape for the interest or commiseration. Both reactions, of course, were false. But it was terrible for the Jerome to see how suddenly midway in her rumbling discourse, the interest would become genuine. I can't think how such things can be allowed to civilized country, his aunt would say. I suppose one has to regard Italy as civilized. One is prepared for all kinds of the things abroad, of course, and my brother was a great traveler. He always carried a water filter with him. It was far less expensive, than buying all those bottles of a mineral water. My brother always said that his filter paid for his dinner wine. You can see from that what a careful man he was, but who could possibly have expected when he was walking along with the Via Dr. Manuela Panucci on his way to the hydrographic museum that pig would fall on him. That was the moment when the interest became genuine. തൻ്റെ അമ്മായി ഈ ഒരു കഥ പറയാൻ തുടങ്ങുന്നത് തന്നെ അതൊരു വലിയ അപകടമായിരുന്നു എന്ന തുടക്കത്തോടെയായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ അപരിചിതനായ ആളുകൾ തൻ്റെ വേദന കാണിക്കുവാൻ വേണ്ടി തയ്യാറാകുന്ന വിധത്തിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ തൻ്റെ അമ്മായി പറയും, ഈ ഒരു ഇത്രയും പരിഷ്കാരമുള്ള ഇറ്റലി എന്ന രാജ്യത്ത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്? എത്ര ചിന്തിച്ചിട്ടും എനിക്കത് മനസ്സിലാവുന്നില്ല. അവർ പറയും, തൻ്റെ സഹോദരൻ എപ്പോഴും ഒരു വാട്ടർ ഫിൽറ്റർ കൂടെ കൊണ്ടു നടക്കുമായിരുന്നു. അതില്ലെങ്കിൽ മിനറൽ വാട്ടർ കുപ്പികൾ വാങ്ങിക്കാൻ ഒരുപാട് പണം കൊടുക്കേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് ആവശ്യമുണ്ടായാൽ നമ്മുടെ കയ്യിൽ തന്നെ വെള്ളം ഉണ്ടായാൽ നമുക്കത് ഉപയോഗിക്കാമല്ലോ. ഒരു മ്യൂസിയത്തിലേക്ക് നടന്നു പോകുമ്പോഴാണ് ഇത്രയുമധികം കെയർഫുള്ളായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു പന്നി വീഴുന്നത്. ഇത് വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് എന്നവർ പറയും. Jerome's father was not a great writer. When the father dies, somebody thinks that it is good to write a biography, and then he writes a letter to the Times, the literary supplement, asking the people to give any letters or documents. An anecdote about the dead man. Most of the proposed biographies do not appear. One may think that such a letter is an obscure from the blackmail. ജെറോമിൻ്റെ പിതാവ് ഒരു വലിയ എഴുത്തുകാരനൊന്നുമല്ലായിരുന്നു. ഒരു എഴുത്തുകാരൻ മരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതണമെന്ന്. അങ്ങനെ അയാൾ ടൈംസ് ലിറ്റററി സപ്ലിമെൻറ്റിലേക്ക് ഒരു എഴുത്ത് എഴുതും. മരിച്ചുപോയ ആളുടെ എഴുത്തുകളോ മറ്റു രേഖകളോ അയാളെക്കുറിച്ചുള്ള എന്തെങ്കിലും സംഭവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാനായിരിക്കും ആ ഒരു എഴുത്ത് എഴുതുന്നത്. പലപ്പോഴും അങ്ങനെയുള്ള ജീവചരിത്രങ്ങളൊന്നും പുറത്തു വരാറില്ല. ചിലപ്പോൾ അങ്ങനെയുള്ള എഴുത്ത് ഒരു ബ്ലാക്ക് മെയിലിൻ്റെ ചെറിയ ഒരു പതിപ്പായെന്നും വരാറുണ്ട്. Jerome was, however, as a chartered accountant who lived far away from the literary world. Sometimes he rehearsed the method of recounting his father's death so as to reduce the comic element in it. It refused to give the information the biographer may visit his aunt, who was still living. ജെറോം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരുന്നു. സാഹിത്യ ലോകവുമായി അയാൾക്ക് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും തൻ്റെ പിതാവിൻ്റെ മരണത്തിലെ തമാശ അല്പം കുറച്ച് അത് എങ്ങനെ പറയാമെന്ന കാര്യത്തിൽ ജെറോം എപ്പോഴും ഒരു റിഹേഴ്സൽ നടത്താറുണ്ടായിരുന്നു. അയാൾ വിവരങ്ങൾ കൊടുത്തില്ലെങ്കിൽ ജീവചരിത്രകാരൻ തൻ്റെ അമ്മായിയെ സമീപിക്കും. അമ്മായിയെ സമീപിച്ചാൽ നമുക്കറിയാമല്ലോ എങ്ങനെയായിരിക്കും അമ്മായി ആ ഒരു സിറ്റുവേഷൻ വിവരിക്കുന്നതെന്ന്. ഇതിലെ കഴിഞ്ഞ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞു ഇതായിരിക്കും ചെയ്യുക. അതുകൊണ്ട് അമ്മായി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ജീവചരിത്രകാരൻ വന്നാൽ ഏറ്റവും നല്ല രീതിയിൽ ഇത് അവതരിപ്പിക്കാനുള്ള ഒരു റിഹേഴ്സൽ ഇടയ്ക്കിടയ്ക്ക് ജെറോം നടത്താറുണ്ട്. It seemed to Jerome was
Jerome, there were two ways to narrate the incident. One way, he was to make the things leading the accident so detailed and boring that the death would be an anticlimax. The second way was to make it as short as possible. He would say, "My father was killed by a pig." The listener may ask where. The answer was in Italy. Then the listener might ask whether his father played polo with pig. തൻ്റെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് രണ്ട് കാര്യത്തിൽ പറയാമെന്ന് ജെറോമിന് തോന്നി. അതിൽ ഒന്ന്, ഈ സംഭവം നടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നീട്ടി വലിച്ചു പറയുക. അങ്ങനെ വരുമ്പോൾ ഒരു മരണം അതിൻ്റെ ഒരു ആൻറ്റി ക്ലൈമാക്സ് പോലെയാകും. രണ്ടാമത്തെ വിധത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ചുരുക്കി പറയുക. ആദ്യത്തെ രീതിയിൽ അത് കാര്യങ്ങൾ നീട്ടി വലിച്ചു പറയുക, രണ്ടാമത്തെ രീതിയിൽ അത് വളരെയധികം ചുരുക്കി പറയുക. അപ്പോൾ അവൻ പറയും, എൻ്റെ പിതാവിനെ ഒരു പന്നി കൊന്നു എന്ന് പറയും. അപ്പോൾ ശ്രോതാവ് ചോദിക്കും, എവിടെ വെച്ചാണ്? അപ്പോൾ അവൻ ഉത്തരം പറയും, ഇറ്റലിയിൽ വെച്ചാണ്. അപ്പോൾ ശ്രോതാവ് ചോദിക്കും, ഇറ്റലിയിൽ പോളോ കളിക്കുന്നത് പന്നികളെ വെച്ചാണോ? പോളോ കളിക്കുമ്പോഴായിരിക്കും തൻ്റെ അച്ഛൻ മരിച്ചതെന്ന് കേൾക്കുന്നവൻ വിചാരിക്കും. ഇതാണ് രണ്ട് രീതിയിൽ അദ്ദേഹം റിഹേഴ്സൽ ചെയ്യാറുള്ളത്. As a chartered accountant, he made a lot of calculations and finally he became engaged to be married. The girl was a pleasant, fresh-faced girl of 25. Her father was a doctor. Her name was Sally. She had adored babies even since she had been 5. When she was given a doll which moved its eyes and made water, the relationship of Jerome and Sally was contented. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെന്ന രീതിയിൽ ജെറോം വളരെയധികം കണക്കുകൾ കൂട്ടി അവസാനം ഒരു പെണ്ണുമായി, ഒരു സ്ത്രീയുമായി എൻഗേജ്മെൻറ്റ് നടത്തി. ആ കുട്ടി നല്ല മുഖപ്രസന്നതയുള്ള 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയായിരുന്നു. അവളുടെ പിതാവ് ഒരു ഡോക്ടറായിരുന്നു. അവളുടെ പേര് സാലി എന്നായിരുന്നു. അവൾക്ക് 5 വയസ്സുള്ളപ്പോൾ അവൾക്ക് കണ്ണുകൾ അനക്കുകയും മൂത്രമൊഴിക്കുകയും ചെയ്യുന്ന ഒരു പാവയെ സമ്മാനമായി കൊടുത്തു. അന്ന് മുതൽ അവൾ കുട്ടികളുടെ ഒരു ആരാധികയായി മാറിയിരുന്നു. ജെറോമും സാലിയും തമ്മിലുള്ള ബന്ധം വളരെയധികം സംതൃപ്തിയുള്ളതായിരുന്നു. One thought worried Jerome. The thought that he would become a father himself within 1 year increased his love for his dear father. He felt a desire to protect his memory. He was worried if Sally would laugh when she hears about his father's death. She's sure to hear it when he takes her dinner with aunt. Several times he tried to tell the incident himself, as she was keen to knowing the things connected to him. ഒരു ചിന്ത ജെറോമിനെ വല്ലാതെ വിഷമിപ്പിച്ചു. ഒരു കൊല്ലത്തിനുള്ളിൽ താനും ഒരു പിതാവാകുമല്ലോ എന്നൊരു ചിന്തയായിരുന്നു അത്. ഈ ഒരു ചിന്ത തൻ്റെ മരിച്ചുപോയ പിതാവിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുകയും ചെയ്തു. പിതാവിൻ്റെ ഓർമ്മ നിലനിർത്തണമെന്ന് അവൻ എപ്പോഴും തോന്നുമായിരുന്നു. തൻ്റെ പിതാവിൻ്റെ അപകട മരണത്തെക്കുറിച്ച് പറയുമ്പോൾ സാലി ചിരിക്കുമോ എന്നതായിരുന്നു അദ്ദേഹത്തിന് ആകെയുള്ള ഒരു ഭയം. അവൾ എങ്ങനെയെങ്കിലും ഈ ഒരു കഥ അറിയും. കാരണം അവൾ അമ്മായിയുടെ അടുക്കലാണ്. അവൻ ഡിന്നറിന് അവളെ കൊണ്ടുപോകുന്നുണ്ട്. സാലിക്കാണെങ്കിൽ അവനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അവൾ ഈ ഒരു വിവരം അറിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന കാര്യത്തിലായിരുന്നു അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നത്. അവളോട് ഈ ഒരു വിവരം അദ്ദേഹം തന്നെ പറയാൻ പലതവണ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. One day she asked if he was very small when his father died. He said he was 9. He was at school when he got the news. She wanted to know how it happened. He said it was a sudden and it was a street accident. Then he told him not to drive fast. ഒരിക്കൽ സാലി ചോദിച്ചു, അവൻ്റെ പിതാവ് മരിച്ചപ്പോൾ അവൻ ചെറിയ കുട്ടിയായിരുന്നോ എന്ന്. അപ്പോൾ അവൻ അതെ എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ അവന് 9 വയസ്സായിരുന്നു. അവൻ സ്കൂളിൽ ആയിരിക്കുമ്പോഴാണ് പിതാവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വിവരം അവൻ കേട്ടത്. അപ്പോൾ അത് എങ്ങനെയായിരുന്നു സംഭവിച്ചതെന്ന് സാലി ചോദിച്ചു. പെട്ടെന്ന് ഉണ്ടായൊരു സംഭവമാണ്. അത് വഴിയിൽ വെച്ചായിരുന്നു ആ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതെന്ന് അവൻ മറുപടി പറഞ്ഞു. അതിന് മറുപടിയായി അവൾ അവനോട് പറഞ്ഞു, വളരെയധികം സ്പീഡിലൊന്നും ഡ്രൈവ് ചെയ്യരുത്. അവൾ വിചാരിച്ചു ഇത് ഒരു റോഡ് ആക്സിഡൻ്റ് ആയിരിക്കുമെന്നാണ് സാലി കരുതിയിരുന്നത്. They were going to marry quietly in registry and have their honeymoon in Torquay.
He avoided taking her to aunt until a week. He avoided taking her to aunt until a week before the wedding. Then he took her to the house. When she saw the picture on the piano, she asked aunt if it was Jerome's father. She asked her how she guessed. She said that he has his father's eyes and brow. The aunt asked her if Jerome has lent her his father's books. Sally said no. The aunt told her that she would give her a set of his books of your wedding. He wrote so nicely about his travels, her favorite books, nooks and crannies. He would have been a great writer, and that made the accident worse. Sally wanted to hear about him. Jerome wanted to leave the room as he did not want to see Sally laugh at this story. ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു പ്രൈവറ്റായി ഒരു വിവാഹം നടത്താനായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. ഹണിമൂണിനായി അവർ ടോർക്കിയിലേക്ക് പോകും. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് വരെ ജെറോം സാലിയെ തൻ്റെ അമ്മായിയുടെ അടുക്കൽ കൊണ്ടുപോകേണ്ട എന്ന് തീരുമാനിച്ചു. പിന്നീട് അവൾ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ പിയാനോയിൽ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ചിത്രം കണ്ടപ്പോൾ അവൾ അമ്മായിയോട് ചോദിച്ചു, അത് ജെറോമിൻ്റെ പിതാവിൻ്റെ അല്ലേ എന്ന് അവൾ ചോദിച്ചു. അമ്മായി സാലിയോട് പറഞ്ഞു. അവൾക്കതെങ്ങനെ മനസ്സിലായി? അപ്പോൾ സാലി പറഞ്ഞു, ജെറോമിന് തൻ്റെ അപ്പൻ്റെ കണ്ണുകളും പുരികങ്ങളുമാണ് കിട്ടിയിരിക്കുന്നത്. ജെറോം സാലിക്ക് വായിക്കാനായി തൻ്റെ അപ്പൻ എഴുതിയ പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മായി ചോദിച്ചു, കൊടുത്തിട്ടുണ്ടോ എന്ന് അവൻ ചോദിച്ചപ്പോൾ ഇല്ല എന്നു സാലിയുടെ മറുപടി. അപ്പോൾ അമ്മായി പറഞ്ഞു, കല്യാണ ദിവസം കുറച്ച് പുസ്തകങ്ങൾ വിവാഹ സമ്മാനമായി അവൾക്ക് കൊടുക്കാമെന്ന്. തൻ്റെ സഹോദരൻ അവൻ്റെ യാത്രകളെക്കുറിച്ച് നന്നായി എഴുതുമായിരുന്നു എന്ന് അമ്മായി പറഞ്ഞു. അമ്മായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം സഹോദരൻ എഴുതിയ നൂക്സ് ആൻഡ് ക്രാനീസ് എന്നതായിരുന്നു. അയാൾ അത്ര വലിയൊരു എഴുത്തുകാരനാകുമായിരുന്നു. പക്ഷേ അപകടം അത് സമ്മതിച്ചില്ല. സാലിക്ക് അപ്പോൾ തന്നെ അപകടത്തെക്കുറിച്ച് കേൾക്കണമായിരുന്നു. സാലി ചിരിക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടി ജെറോമിന് പുറത്തു പോകാൻ ആഗ്രഹമുണ്ടായി. കാരണം അമ്മായി ഈ ഒരു വിഷയം അവതരിപ്പിച്ചാൽ എങ്ങനെയുണ്ടായിരിക്കുമെന്ന് ജെറോമിന് നന്നായി അറിയാമായിരുന്നു. ഓക്കെ, ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Okay, now I here to stop my class. Thank you.